ഹലോ ഡിയേഴ്സ്. അപ്പൊ നമ്മിന്ന് വീടിന്റെ ടെറസിൽക്കൊന്ന് കയറണേണ്ടാ. അവിടെ കുറച്ച് കൊഴുപ്പ പിടിച്ചെന്നപ്പുണ്ട്. അത് മൂക്കണേന് മുമ്പ് വെട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ട്ടോ കയറിയത്. മുകളിലൊക്കെ മഴ പെയ്ത് ആകെ തെന്നി കിടക്കണേണ്. നമുക്ക് കറിക്ക് ആവശ്യമായ കൊഴുപ്പ, ചീര, അച്ചിങ്ങ, ചേമ്പ്, കാന്താരമുളക് അങ്ങനെയൊക്കെ നമുക്ക് മുകളിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് ട്ടാ. 2-3 പൊട്ടവെള്ളരിയൊക്കെ മുകളിൽ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുവന്നത് ഉമ്മയാണ് ട്ടാ. ഇനി കൊഴുപ്പ കട്ട് ചെയ്തെടുക്കാം. അതിന്റെ മൂത്ത തണ്ടൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ട്ടാ. അതിന്റെ ഇല മാത്രം ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഇനി അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും ചിക്കനും മീനും ബീഫൊക്കെ അല്ലേ, അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊഴുപ്പ ഞാൻ എടുത്തത്. അപ്പൊ നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തരാന്ന് വിചാരിച്ചു. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് വെന്തൊടഞ്ഞു പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ട്ടാ. ഇനി മസാലക്ക് ആവശ്യമായ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ട്ടാ. നല്ലോണം അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉള്ളി ഒന്നും കടിക്കാൻ കിട്ടൂല. ഇനി ഒരു ചട്ടി ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് പരിപ്പെടുത്ത അതേ അളവിൽ തന്നെ ചിരകിയ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം കട്ട് ചെയ്ത് വെച്ചിരുന്ന കൊഴുപ്പയും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കൊഴുപ്പയ്ക്ക് വേവ് കുറവായത് കാരണം തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടൂട്ടാ. അപ്പൊ ഇത് വെന്ത ശേഷം വേവിച്ച് വെച്ചിരുന്ന പരിപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കൊഴുപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലും കൂടി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.